ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നൂലുകെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മഹി കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നും അത്രയ്ക്ക് രാക്ഷസ കൂട്ടങ്ങളാണ് കണ്ണേട്ടൻ്റെ വീട്ടിലുള്ളത്, കണ്ണേട്ടൻ്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെന്നെല്ലാം ലേഖ പറയുമ്പോൾ കണ്ണനും മഹിക്കാണെങ്കിലും എന്ത് തീരുമാനം എടുക്കണം എന്ന് കഴിയുന്നില്ല. ദുർഗയുടേത് ശരിക്കുള്ള മാറ്റമാണോ അതോ എന്തെങ്കിലും ചതി മനസ്സിൽ കണ്ടിട്ടുള്ള അഭിനയമാണോ എന്നെല്ലാമുള്ള കൺഫ്യൂഷൻസ് അവർക്കുണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ മഞ്ജുവും പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒരിക്കലും വിശ്വസിക്കരുത്, അതെല്ലാം അവരുടെ അഭിനയമാണ്, അതുകൊണ്ട് തന്നെ ഏട്ടത്തി കുഞ്ഞിനെയും കൊണ്ട് ഒരു കാരണവശാലും എൻ്റെ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെ പറയുന്നു. ഇതിനിടയിൽ ഉണ്ണി കണ്ണനെ കൊലപ്പെടുത്താനുള്ള ചതിക്കെണി ഒരുക്കുന്നു. ആ വിഷവാതകം ശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ ജീവനോട് ഉണ്ടാകില്ല, ഡെഡ് ബോഡി ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നെല്ലാം PC മെക്കാനിക് ഉണ്ണിയോട് പറയുന്നുണ്ട്. എന്തായാലും സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് വരും, പോലീസിൻ്റെ മുന്നിൽ സംശയങ്ങൾക്ക് ഇട കൊടുക്കാതെ വേണം സാറ് മറുപടി നൽകാം എന്നെല്ലാം പരമനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് കണ്ണൻ മഹിയോടും അനന്തൂരോടും ലേഖയോടൊക്കെ യാത്ര പറഞ്ഞ് തിരികെ കമലേശ്വരത്ത് എത്തുന്നു. കണ്ണൻ വരുന്നതെല്ലാം മുകളിൽ നിന്നും കാണുന്നുണ്ട് ഉണ്ണി. ഇന്ന് രാത്രി കൂടി മാത്രമേ ഇയാൾക്ക് ഈ ഭൂമിയിൽ ആയുസുള്ളൂ, നാളെ ഇയാളുടെ വെള്ള പുതുപ്പിച്ച ശരീരമായിരിക്കും ഇവിടെ കിടത്താൻ പോകുന്നത്. പ്രതാപനും അമ്മാവനും മേഘേട്ടനൊക്കെ പലതവണ ശ്രമിച്ചതിന് ഞാനൊരു അവസാനം ഉണ്ടാക്കാൻ പോവുകയാണെന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് നമ്മുടെ മാർക്കോ കണ്ണന് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഇൻറ്റ്യൂഷൻ മനസ്സിൽ തോന്നിയതുപോലെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാൻ എത്തുന്നുണ്ട്. അപ്പോൾ സിദ്ധിയായിട്ടുള്ള അമ്മ ഇതേ സമയം ധ്യാനത്തിലാണ്. കണ്ണൻ സാറിന് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന മനസ്സിലൊരു തോന്നൽ പോലെ അതിൽ ഒരു വ്യക്തത കിട്ടാനാണ് അമ്മയെ കാണാൻ വന്നത് എന്ന് മാർക്കോ പറയുമ്പോൾ, നിന്റെ തോന്നൽ ശരിയാണെന്നും ഇന്ന് രാത്രിയോടെ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി ഇതുവരെ എടുക്കാത്ത ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കണ്ണൻ മോൻ എടുക്കും എന്നെല്ലാം സിദ്ധിയായിട്ടുള്ള അമ്മ പറയുമ്പോൾ, കണ്ണൻ സാറിന് അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ, ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപ്പാലത്തിലൂടെ കണ്ണൻമോന് പോകേണ്ടി വരും, എങ്കിലും ജീവന് ആപത്തൊന്നും സംഭവിക്കില്ല എന്ന ഒരു പ്രവചനം പോലെ അമ്മ മാർക്കോയെ അറിയിക്കുന്നു. പിന്നീട് കണ്ണൻ മുറിയിലെത്തി ഉറങ്ങുന്നതിന് മുൻപായിട്ട് മഹിയെ വിളിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. കുഞ്ഞ് നല്ല ഉറക്കത്തിലാണെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് അമ്മ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്, അമ്മയുടെ മാറ്റം സത്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മയെ കണ്ടപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പഴയ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയതുപോലെയാണ് മഹി തോന്നുന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, അമ്മ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അമ്മയുടെ മാറ്റത്തെക്കുറിച്ച് എനിക്കും നല്ല വിശ്വാസം തോന്നിയെന്നെല്ലാം മഹിയും പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ മരണവാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കരുണ വന്നിട്ട് എന്താ നിങ്ങളിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ തിരികെ എത്തിയിട്ടുണ്ട്. ഇന്ന് അയാളുടെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ്. AC ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഉറങ്ങും. 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ വിഷവാതകം മൂക്കിലൂടെ തുളച്ചു കയറും. ഒന്ന് നിലവിളിക്കാനുള്ള സാവകാശം പോലും അയാൾക്ക് കിട്ടില്ല. ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു മരിക്കും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ എനിക്കെന്തായാലും പേടി തോന്നുന്നുണ്ട് ഉണ്ണിയേട്ട. ഇതുവരെ നമ്മൾ അയാൾക്കും ലക്ഷ്മിക്കും എതിരെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ട് നമുക്ക് തന്നെയല്ലേ അവസാനം തിരിച്ചടി സംഭവിച്ചത് എന്നെല്ലാം കരുണ പറഞ്ഞ് പേടിക്കുമ്പോൾ, ഇത്തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കരുണേ, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം നടക്കും. ഇവിടെ ഇപ്പോൾ അയാളെ രക്ഷിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ലല്ലോ എന്നും ഉണ്ണി പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നും അയാൾ പിടഞ്ഞു വീണ് മരിച്ചു കിടക്കുന്നത് എനിക്ക് നേരിട്ട് കാണണമെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കരുണയോട്. അങ്ങനെ കണ്ണൻ ഉറങ്ങുന്നതിന് മുൻപായിട്ട് തൻ്റെ ഫോണിലുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോസ് എല്ലാം നോക്കുന്നു. തുടർന്ന് AC ഓൺ ചെയ്ത് ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിയുന്നതും ആ വിഷവാതകം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു. അതോടുകൂടി തന്നെ വല്ലാത്തൊരു ശ്വാസം മുട്ടലും അസ്വസ്ഥതയും ചുമയെല്ലാം കണ്ണനുണ്ടാകുന്നുണ്ട്. തുടർന്ന് കണ്ണൻ വീൽ ചെയറിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ എങ്കിലും കണ്ണന് അതിനൊന്നും കഴിയുന്നില്ല. കാരണം വല്ലാത്ത തന്നെ ഒരു അസ്വസ്ഥത കണ്ണനുണ്ടാകുന്നുണ്ട്. ആ ശ്വാസം അവിഷവാതകം ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ കണ്ണൻ ഒരു വിധത്തിൽ മുറിതെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. താനിപ്പോൾ നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ കണ്ടാൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കണ്ണൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുറിതെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ വിഷവാതകത്തിൻ്റെ ശക്തിയിൽ കണ്ണന് അധിക നേരമൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. കണ്ണൻ ബോധം കെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയം മഹിയാണെങ്കിൽ കണ്ണന് എന്തോ ഒരു ആപത്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ഉടനെ തന്നെ കണ്ണനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കണ്ണൻ ഫോൺ എടുക്കുന്നില്ല. അതോടുകൂടി തന്നെ ടെൻഷൻ കൂടുന്നുണ്ട് കേട്ടോ മഹിക്ക്. തുടർന്ന് മഹി ദുർഗയെ വിളിക്കുന്നു.
അപ്പോൾ ദുർഗയാണെങ്കിൽ മഹിയുടെ ഫോൺ കാണുന്നതും പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കണ്ണേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും എത്ര ഉറക്കത്തിലായാലും എൻ്റെ കോള് കണ്ടു കഴിഞ്ഞാൽ കണ്ണേട്ടൻ ഫോൺ എടുക്കാതിരിക്കില്ല എന്നെല്ലാം മഹി ടെൻഷനോടുകൂടി പറയുമ്പോൾ മോള് വിഷമിക്കാതിരിക്കുക, ഞാൻ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് കണ്ണൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് ദുർഗ കാണുന്നത്. തുടർന്ന് മോനെ എന്ന് വിളിച്ചുകൊണ്ട് ദുർഗ കണ്ണൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നു. എന്നിട്ട് വെള്ളമെടുത്ത് കണ്ണൻ്റെ മുഖത്തേക്ക് തളിക്കുന്നുണ്ടെങ്കിലും കണ്ണന് ബോധം വരുന്നില്ല. ഒടുവിൽ ഒരു സഹായത്തിനായിട്ട് ദുർഗ ഉണ്ണിയെയും കരുണയുടെയും മുറിയുടെ വാതിലിൽ ചെന്ന് തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ മരണവാർത്ത അറിയാനായിട്ട് കാത്തിരിക്കുന്ന ഉണ്ണിയും കരുണയാണെങ്കിൽ മനഃപൂർവ്വം വാതിൽ തുറക്കുന്നില്ല. കാരണം ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കണ്ണനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കണ്ണൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഗ വിളിക്കുന്നത് കേട്ടിട്ടും അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഒടുവിൽ ദുർഗ തന്നെ സ്വയം കാറ് ഡ്രൈവ് ചെയ്ത് കണ്ണനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടനെ തന്നെ കണ്ണനെ ICUവിലേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് ഓക്സിജനൊക്കെ നൽകുന്നു. തുടർന്ന് ദുർഗയാണെങ്കിൽ അനന്തുവിനെയും മഹിയെയൊക്കെ വിളിച്ച് വിവരം പറയുന്നു. ഇത് കേട്ട് മഹിയാണെങ്കിൽ തകർന്ന് തരിപ്പണാവാണ്. കാരണം താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മഹിക്ക് വരാനായിട്ട് കഴിയില്ല. മാത്രമല്ല പ്രസവിച്ചിട്ട് ഇത്രയും ദിവസമുള്ളൂ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മഹിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വിവരം അറിഞ്ഞ് അനന്ത നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ്. ഇതേ സമയം കണ്ണനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് എന്തോ ഒരു വിഷവാതകം ലങ്സിലൊക്കെ കയറിയിട്ടുണ്ട് എന്നും 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നും ഡോക്ടർ ദുർഗയെ അറിയിക്കുന്നു. സ്വന്തം മുറിയിൽ ഉറങ്ങിക്കിടന്ന കണ്ണൻമോൻ എങ്ങനെ വിഷവാതകം ശ്വസിക്കും എന്നുള്ളൊരു സംശയം ദുർഗയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതേ സമയം വിവരമറിഞ്ഞ് അനന്തവും ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദുർഗ അനന്തുവിനെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഉണ്ണിയെയും കരുണയും ഒരുപാട് തവണ വിളിച്ചു എന്നും തൻ്റെ വിളി കേട്ടിട്ട് അവർ വന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ദുർഗ അനന്തുവിനെ അറിയിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഉണ്ണിയുടെയും കരുണയുടെയും ചതി തന്നെയായിരിക്കും എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ ആനന്ദവും ദുർഗയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇതേസമയം കണ്ണൻ്റെ നില ക്രിട്ടിക്കലായിട്ട് തന്നെ തുടരുന്നു. പക്ഷേ ഇതിനിടയിൽ മാർക്കോ ഹോസ്പിറ്റലിലേക്ക് വരികയും അമ്മ പറഞ്ഞത് പ്രകാരം വേലിൻ്റെ ശക്തിയാൽ കണ്ണനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും കണ്ണനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്